ഈയിടയ്ക്കൊരു പണി കിട്ടിയത് മറന്നു പോകും. എനിക്ക് മറക്കില്ല ഒരിക്കലും. അതും ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഇത്രയും കരുത്തുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു നല്ലൊരു വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നത് ഈ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് സാറിനോട്, ശ്രീകണ്ഠൻ സാറിനോട് ഞാൻ പറയാം, ഹാഷ്മി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനോട് നന്ദി പറയണം. എന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ ഹാഷ്മി എന്ന് പറഞ്ഞ നിങ്ങൾ ഈ ധാർമ്മികതയുള്ള ഈ 24 ആണെങ്കിലും റിപ്പോർട്ടർ ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും ഏത് ചാനൽ ചെയ്തത് അജയ് ഉണ്ണിയെ ഫോക്കസ് ചെയ്ത് കാണിച്ചത് ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്ത അജയ് ഉണ്ണി എന്ന രീതി മാത്രമാണ്. പറയാൻ കാരണം ഞാൻ പറയാം, ദീപക് എന്നൊരു യുവാവ് ആത്മഹത്യ ചെയ്തു. ഒരു ഇതുപോലെ അത് നമ്മൾ പോട്ടെ, രണ്ടും യെസ് ഓർ നോ, അത് പോയി. ആ സമയത്ത് ചുമ്മാ പൊങ്ങി വന്ന കൂണ് പോലെ പൊട്ടിമുളച്ച ഒരു മനുഷ്യനാണ് അജയ് ഉണ്ണി തൊടുപുഴ. ഈ പറഞ്ഞ ഷിംജിതയെ എല്ലാവരും ആവേശഭരിതമായി വികാരഭരിതമായി ഓരോരോ ഈ പറഞ്ഞ റീലുകൾ ഇട്ടപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെ വികാരത്തിനനുസരിച്ച് ഞാൻ ഒരു റീലിട്ടു. ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും മര്യാദകളുള്ള റീലായിരുന്നു അത്. തീർച്ചയായിട്ടും ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പൊ താങ്കൾ പറയുന്ന ഈ വാർത്താ ചാനലുകൾ കൊടുക്കാതെ പോയ സാധനം എന്തുവാ താങ്കൾ കൊടുക്കണം ആഗ്രഹിച്ചത്? കൊടുക്കാതെ പോയത് ഞാൻ ചെയ്ത നല്ലത്, ഞാനൊരു 1000 നല്ലത് ചെയ്ത് പോയിട്ട് എനിക്കൊരു വാക്കുവഴ എന്റെ വായിന്ന് ഒരു തുള്ളി വിഷം കലർത്തിയാ പോരെ? ഈ സംഭവത്തിന് ശേഷം റേപ്പ് ചെയ്യുന്നതിന് അനുകൂലമായി ഒരിക്കലും ഇല്ല. നിങ്ങൾ പറഞ്ഞത് അത് ചാനലുകൾ പറഞ്ഞു വരുത്തിയത്. ഞാൻ നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. കേരളത്തിലെയും ഇന്ത്യയിലും ഒരു കാര്യം, താങ്കൾ ഇട്ട പോസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ആൾക്കാരെ കാണിച്ചു കൊടുക്കാം. മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിനി പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. കുറ്റകൃത്യം ചെയ്യുന്ന സ്ത്രീയെ തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ പറയുന്ന ആളെ ഈ ഫ്ലോറിൽ ഇരുത്താൻ യോഗ്യമാണോ? ഈ ഫ്ലോറിൽ ഇരുത്താൻ യോഗ്യമാണോ? ഇങ്ങനെയാ പറയുന്ന ആളെ കയ്യോടെ പിടിച്ച് പൂയപ്പുര സെന്ററിൽ ഇടും. താങ്കൾ മാത്രം സംസാരിക്കുക, സംസാരിക്കാൻ അവകാശം കൊടുക്കണ്ടേ? അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. അല്ല, 24 ചെയ്യേണ്ടത് ഇയാൾക്ക് ഒരു കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. എടോ, കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും. അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയണ എല്ലാം കൂടി കോടതി കൊണ്ട് നാളെ എന്നെ അകത്തിടാനുള്ള പരിപാടി, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് നാളെ ഇത് വെച്ച് ഈ ചർച്ച വെച്ച് ന്നുള്ള പരിപാടിയാണ്. പാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കാം. നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു.